IPL-ൽ മികച്ച സ്കോറുകൾ അടിച്ചു കൂട്ടുമ്പോഴും മറ്റ് ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ റൺസുകൾ വാരി കൂട്ടുമ്പോഴും സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി എത്തുന്നില്ല. പലപ്പോഴും ട്വിറ്ററിലും മറ്റും ജസ്റ്റിസ് ഫോർ സഞ്ജു ഹാഷ്ടാഗുകൾ നിരക്കാൻ തുടങ്ങി. കാരണം സഞ്ജുവിനേക്കാൾ പ്രകടന മികവ് കുറഞ്ഞ ഒരുപിടി താരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നാഷണൽ ടീമിൽ അതിനോടകം കിട്ടിക്കഴിഞ്ഞിരുന്നു. 2021-ലാണ് സഞ്ജുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് സംഭവിക്കുന്നത്. അദ്ദേഹം സ്റ്റീവ് സ്മിത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മലയാളി IPL-ലെ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി മാറുന്നു. 2021 സീസണിലെ IPL-ലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ വീണ്ടും തുറക്കുകയാണ്. ഇത്തവണ പക്ഷേ സഞ്ജു അത്ര മോശമാക്കിയില്ല. ഏകദിനത്തിലും T20-ലും മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാവി പരിപാടികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു മികച്ച ബൗളറെയും നിലം പരിശാക്കാൻ ആവശ്യമായ കായിക കരുത്തും സാങ്കേതിക മികവുമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ. ഇയാൻ ബിഷപ്പ് അടക്കമുള്ള പല ലോക താരങ്ങളും സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിന്റെ ഫാൻസാണ്.